വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. യുവാക്കൾക്കുള്ള ഒരു വർക്ക്ഷോപ്പിൽ അവരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാൻ, പിന്തുണക്കുവാൻ ആർക്ക് സാധിക്കും? പലരും പല ഉത്തരങ്ങളും പറഞ്ഞു. പാരൻസ്, ടീച്ചേഴ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നെയ്ബേഴ്സ്. പലരും പല മറുപടികളും പറഞ്ഞു. കല്യാണം കഴിച്ച ഏതാനും ചില പേരുണ്ടായിരുന്നവർ സ്പൗസിന്റെ പേരൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിബഡി എൽസ്? ഇനി ആർക്കെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ചിന്തിച്ചിട്ട് പിന്നെയും പല ഫ്രണ്ട്സിൻ്റെയും പേരുകളും മറ്റുമൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവസാനം ആ ക്ലാസ്സിൽ ഏറ്റവും പുറകിലിരുന്ന ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞു, യെസ്, ആർക്ക് സാധിക്കും? ഐ ക്യാൻ. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണക്കാൻ സാധിക്കുക നിങ്ങൾക്ക് മാത്രമാണ്. യു ക്യാൻ സപ്പോർട്ട് യുവർ സെൽഫ് ദ മാക്സിമം. പാരൻസിന് നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാൻ കഴിയും. പഠിക്കുന്ന സമയത്താണെങ്കിൽ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാൻ കഴിയും. ചികിത്സ ചെയ്യുവാൻ കഴിയും. ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ് എടുത്തു തരാൻ കഴിയും. സഹോദരന്മാരാണെങ്കിൽ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ, ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. പാരന്റിൻ്റെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ ഒരുപക്ഷെ രക്ഷിതാവിന് സാധിക്കുമായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ മറ്റ് പലതരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഒരുപക്ഷെ അഡ്മിഷൻ നേടിത്തരാൻ സാധിക്കുമായിരിക്കും. പക്ഷേ പലപ്പോഴും പല രക്ഷിതാക്കളും പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട് അഡ്മിഷൻ നേടിക്കൊടുത്തു. പക്ഷേ 5-ാമത്തെ വർഷം അല്ലെങ്കിൽ 4-ാമത്തെ വർഷം അവൻ പേപ്പറുകളെല്ലാം പരാജയപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. They didn't support themselves. അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 കുട്ടികൾ, 7-ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച 2 വിദ്യാർത്ഥികൾ ഒരു ചെറിയ ഗ്രാമത്തിൽ. ആ 2 വിദ്യാർത്ഥികളും 7-ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അവർക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. 8-ാം ക്ലാസ്സിലേക്ക് പോകുവാൻ അവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഗവൺമെൻറ് സ്കൂൾ. മറ്റൊരു ഓപ്ഷൻ 10-12 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ, എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂൾ. ആ മാനേജ്മെൻറ്റ് സ്കൂളിൽ അന്ന് 92%, 93% SSLCക്ക് വിജയശതമാനമുള്ള സ്കൂളായിരുന്നു. ആ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ 8-9% മാത്രം വിജയശതമാനമുള്ള ഒരു സ്കൂൾ. 2 പേർക്കും സ്വാഭാവികമായും ആ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയി പഠിക്കുവാനായിരുന്നു താല്പര്യം. പക്ഷെ അവസാനം അതിൽ ഒരു കുട്ടിയെ, സാമ്പത്തികമായി വളരെയധികം പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ ആ സ്വന്തം നാട്ടിലുള്ള ഗവൺമെൻറ് സ്കൂളിലേക്കും സാമ്പത്തികമായി ശേഷിയുള്ള വീട്ടിലെ കുട്ടിയെ ആ മാനേജ്മെൻറ്റ് സ്കൂളിലേക്കും പറഞ്ഞയച്ചു. 3 വർഷത്തിന് ശേഷം SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഗവൺമെൻറ് സ്കൂളിൽ 8% മാത്രം വിജയശതമാനമുള്ള ആ സ്കൂളിൽ പഠിച്ച ആ വിദ്യാർത്ഥി അത്യാവശ്യം നല്ല മാർക്കോടുകൂടെ പാസ്സാവുകയും എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ച ആ വിദ്യാർത്ഥി വൻ ഭൂരിപക്ഷത്തോടു തന്നെ SSLC പരീക്ഷയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒരു വലിയ മാർജിനിൽ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. ആ മാനേജ്മെന്റ് സ്കൂളിലേക്ക് പറഞ്ഞയച്ച ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തു എക്സെപ്റ്റ് വൺ. ഒരാളൊഴികെ മറ്റെല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതാരായിരുന്നു? അത് ഹിംസെൽഫ്. അത് അയാൾ തന്നെയായിരുന്നു. സോ ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുക, പിന്തുണക്കാൻ സാധിക്കുക നമുക്ക് തന്നെയാണ്. മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ നമുക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ആ ശക്തമായ ഒരു ബോധം സൃഷ്ടിക്കുവാൻ അത് നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക. സോ ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.